ഇന്ന് നമുക്കൊരു ബനാന ബ്രെഡ് ആയാലോ. നല്ലപോലെ കരിഞ്ഞിട്ടേ ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയേണ്ടി വരും എന്ന അവസ്ഥയുള്ള 2 പഴം ഉണ്ടായിരുന്നു. ആ പഴം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ബനാന ബ്രെഡ് അല്ലെങ്കിൽ ബനാന കേക്ക് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. പഴം നല്ലപോലെ പഴുത്തിട്ടായതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ സാധനത്തിന്. ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പേ ഞാനും യൂട്യൂബിൽ നിന്ന് ഒരു റെഫറൻസ് എടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ആവശ്യത്തിലധികം പഴുത്ത പഴം നല്ലപോലെ ഒന്ന് ഉടച്ചിതേണ്ട ഇങ്ങനെ ഒരു ചമ്മന്തി പരുവം ആക്കി എടുക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബട്ടർ ഉരുക്കി എടുക്കുകയാണ് ചെയ്തൊരു ഹാഫ് ബട്ടർ, നല്ലപോലെ ബട്ടർ എടുത്തായിരുന്നു കേട്ടോ. എന്നാലും നല്ല കേക്ക് മോയിസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്നാണ് യൂട്യൂബിലുള്ള റെഫറൻസിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ബട്ടർ എടുത്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത്, ഇവർ വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും പറഞ്ഞായിരുന്നു. ഞാൻ പക്ഷേ ബ്രൗൺ ഷുഗർ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ഒരുപാട് ഷുഗർ അങ്ങ് ആക്കണ്ടെന്ന് കരുതി, കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഒരു 2 ചെറിയ മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ സെറ്റപ്പ് ആയതുകൊണ്ട് സക്സസ് ആവുമോ എന്നുള്ള കാര്യം അത്ര വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ മൈദാ മാവ്, ഇവിടുത്തെ ഫ്ലോർ എന്ന് പറയും, അതും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് വെച്ച് ആഡ് ചെയ്ത പൊടി നമ്മുടെ ബേക്കിംഗ് സോഡ ആയിരുന്നു കേട്ടോ. പിന്നെ അൺഹെൽത്തി ആയിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്തു. ചോക്കോ ചിപ്സ് ഡാർക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. ഡാർക്ക് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, കാരണം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മധുരമുണ്ട്. സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈറ്റ് ഷുഗർ കൂടെ ആഡ് ചെയ്യാത്ത വളരെ നന്നായി. ഇതിന് തന്നെ നല്ല മധുരമുണ്ട്. ബനാനയ്ക്ക് തന്നെ അത്യാവശ്യം, പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നപ്പോൾ അതുപോലെ തന്നെ ചോക്കോ ചിപ്സ് കൂടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കരിഞ്ഞു തുടങ്ങിയെന്ന്. അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ചെറുതായിട്ട് ക്രിസ്പി ആയിരുന്നു കേട്ടോ, കരിഞ്ഞതുകൊണ്ട് ഒരു സൈഡ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ വിചാരിച്ചതിനേക്കാളും സക്സസ്ഫുൾ ആയിട്ട് സംഭവം ടേണപ്പ് ചെയ്തു. കുറേ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും, പക്ഷേ ഇത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു കഴിവ് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ആ കഴിവൊന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പം എന്തായാലും കാണാം. ബൈ.